بسم الله الرحمن الرحيم الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد സൂറത്തുൽ ബഖറയിലെ ഇതുവരെയുള്ള ആയത്തുകളിൽ മുത്തഖീങ്ങളുടെ വിശേഷണവും അവരുടെ പര്യവസാനം എന്തായിരിക്കും എന്നതുമാണ് നമ്മൾ പഠിച്ചത്. അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്, അവർക്ക് നൽകപ്പെട്ട സമ്പത്തിൽ നിന്ന് ദാനം നൽകുന്നവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബിലും സുന്നത്തിലും വിശ്വസിക്കുന്നവരാണ്, അവിടത്തേക്ക് മുൻപുള്ള നബിമാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരാണ്, ആഖിറത്തിൽ ദൃഢമായ യഖീനുള്ളവരാണ്. ഈ പറഞ്ഞ സ്വഭാവങ്ങളുള്ളവർ അവരാണ് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. അവർക്കാണ് സ്വർഗം ലഭിക്കുന്നത്, അവർക്കാണ് നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നത്. ഇനി അടുത്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിനോട് എതിർത്തു നിന്ന, അതിനെ നിഷേധിച്ച ആളുകൾ, അവരെ കുറിച്ചാണ് വിവരിക്കുന്നത്. അവർ രണ്ട് തരക്കാരാണ്. ഒരു വിഭാഗം ആളുകൾ അവർ ഉള്ളിലും പുറമേയും നിഷേധം പ്രകടിപ്പിച്ചവരാണ്. ഖുർആനിനെ അവർ ഉള്ളുകൊണ്ടും പുറം കൊണ്ടും തള്ളിക്കളഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർ പുറമേക്ക് ഖുർആൻ സ്വീകരിച്ചു എന്ന് തോന്നിപ്പിക്കുകയും ഉള്ളിൽ ഖുർആനിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ വിഭാഗം കുഫാറുകളാണ്, രണ്ടാമത്തെ വിഭാഗം മുനാഫിക്കുകളാണ്. കുഫാറുകളെ കുറിച്ച് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ആയത്തുകളാണ് തുടക്കത്തിൽ ഇവിടെ സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ വിവരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. എന്താണ് അല്ലാഹു പറയുന്നത്? ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻസർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. ഇന്ന എന്ന് പറയുന്ന വാക്ക് തീർച്ചയായും ഉറപ്പിനു വേണ്ടി പറയുന്നതാണ്, തൗക്കീദിനു വേണ്ടി, ഊന്നി പറയുന്നതിനു വേണ്ടിയാണ്. തീർച്ചയായും ഇനി പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഉറപ്പായും ഇതിങ്ങനെയാണ്. ഇന്ന അല്ലദീന കഫറു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നല്ലദീന കഫറു, അല്ലദീന ഈ പറയുന്ന ആളുകൾ, ഇനി പറയുന്ന ആളുകൾ, ഇന്നല്ലദീന കഫറു കുഫ്ർ സ്വീകരിച്ച ആളുകൾ, കാഫറുകളായ ആളുകൾ. അല്ലദീന കഫറു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കുഫാർ ഔൽ കാഫിറൂൻ, അവരാണ്. അല്ലദീന കഫറു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കുഫാർ അൽ കാഫിറൂൻ, അവരാണ്. അതാണ് അല്ലദീന കഫറു എന്നതിൻ്റെ അർത്ഥം. അല്ലദീന ആമനു എന്ന് പറഞ്ഞാലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? മുഅ്മിനൂൻ. അല്ലദീന നാഫഖു മുനാഫിഖൂൻ, അല്ലദീന അശ്റകു മുശ്രികൂൻ. ഇങ്ങനെ അത് ഇതോട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇന്നല്ലദീന കഫറു, കുഫ്ർ സ്വീകരിച്ച ആളുകൾ, ഇന്നല്ലദീന കഫറു സവാഉൻ, സവാഉൻ സമമാണ്, തുല്യമാണ്, ഒരുപോലെയാണ്. സവാഉൻ അലൈഹിം അവരുടെ കാര്യം ഒരുപോലെയാണ്, തുല്യമാണ്, സമമാണ്. അഅൻസർതഹും, അഅൻസർതഹും, അൻസർത, അൻസറ നദീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നദീറാണ്. അൻസറ താക്കീത് നൽകുക, ഭയപ്പെടുത്തുന്ന കാര്യം, പേടിപ്പെടുത്തുന്ന കാര്യം ഒരാളെ അറിയിക്കുന്നതിനാണ് നദീർ എന്ന് പറയുക. അൻസർതഹും, അൻസർത മാദിയൻ അല്ലേ, ഫിഅല് നമ്മൾ പഠിച്ചാണ്, ഫഅൽത എന്നത് രൂപത്തിലാണത്. അൻസർത നീ താക്കീത് നൽകിയാൽ, അൻസർതഹും നീ താക്കീത് നൽകട്ടെ. ആരെ? അൻസർതഹും അവരെ. ആരാണ് ഈ അവര്? അല്ലദീന കഫറു. അഹ്സൻത്. ഇന്നല്ലദീന കഫറു കാഫറുകളായ ആളുകൾ, സവാഉൻ അലൈഹിം അവരുടെ കാര്യം തുല്യമാണ്. അഅൻസർതഹും നബിയെ താങ്കൾ അവരെ താക്കീത് നൽകിയാലും സമമാണ്. അം അതല്ലെങ്കിൽ, ഇങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്താലും. അഅൻസർതഹും അം ഇനി ഇങ്ങനെയാണെങ്കിലും, അം ലം തുൻസിർ, അൻസറിന്റെ മുദാരിഅ രൂപമാണ് തുൻസിർ. അം ലം തുൻസിർഹും, അൻസർതഹും അം ലം തുൻസിർഹും
ലം ഇൻഷാ അല്ലാഹ് നമുക്ക് മീസാനിൽ പഠിക്കാനുള്ളതാണ്. ലം എന്ന് പറഞ്ഞാൽ ലം ഒരു മുദാരിന്റെ മുന്നേ വന്നു കഴിഞ്ഞാൽ ലം യഫ്അൽ എന്ന് പറഞ്ഞാൽ ചെയ്തില്ല എന്ന് അതിന്റെ അർത്ഥം. ലം യലിദ് വലം യൂലദ് കണ്ടില്ലേ? വലം യകുൻ ലഹു. ലം എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുദാരിന്റെ അർത്ഥം മാദിയാവും. അം അൻദർതഹും, നബിയെ അവരെ അങ്ങ് താക്കീത് നൽകിയാലും, അം ലം തുൻസിർഹും, ലം എന്ന വാക്ക് ഇല്ല എന്ന അർത്ഥം കൂടി നൽകും. ലം തുൻസിർഹും അല്ലെങ്കിൽ അം മാ അൻദർതഹും. അൻദർതഹും നീ അവർക്ക് താക്കീത് നൽകിയാലും, അം മാ അൻദർതഹും നീ അവർക്ക് താക്കീത് നൽകിയിട്ടില്ലെങ്കിലും, അതാണ് ഇതിന്റെ അർത്ഥം. അം ലം തുൻസിർഹും, നബിയെ അങ്ങ് അവർക്ക് താക്കീത് നൽകിയാലും താക്കീത് നൽകിയില്ലെങ്കിലും, സവാഉൻ അലൈഹിം അവരുടെ കാര്യം ഒരുപോലെയായിരിക്കും. എന്താ അവരുടെ കാര്യം ഒരുപോലെയാവുമെന്ന് പറയാൻ കാരണം? ലാ യുഅ്മിനൂൻ. ലാ യുഅ്മിനൂൻ എന്താ അർത്ഥം? ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. മുദാരിന്റെ ഏത് രൂപ? അത് ഏതാ രൂപം? മജ്ഹൂൽ അല്ല, അത് വേറെ രൂപം. പക്ഷെ യഫ്അലു ആണോ? യഫ്അലൂന അല്ലേ? ലാ യുഅ്മിനൂൻ അവർ മുഅ്മിനീങ്ങളാവുകയില്ല, അവർ ഈമാൻ സ്വീകരിക്കുകയില്ല. ഇന്നല്ലദീന കഫറു, കഫറു എന്നുള്ളത് ഏതാ? മാദിയ മുദാരിഅ പറഞ്ഞേ? മാദിയാണ്. കഫറു കുഫർ സ്വീകരിച്ച ആളുകൾ, സവാഉൻ അലൈഹിം നബി അവരുടെ കാര്യം തുല്യമാണ്. അൻദർതഹും താങ്കൾ അവരെ താക്കീത് നൽകിയാലും, അം ലം തുൻസിർഹും അവരെ താക്കീത് നൽകിയിട്ടില്ലെങ്കിലും, ലാ യുഅ്മിനൂൻ അവർ നബിയെ വിശ്വസിക്കുകയില്ല. ഇതിന് സമാനമായത്തിൽ ഖുർആൻ വേറെയുമുണ്ട്. അതിൽപ്പെട്ടാണ് സൂറത്ത് യൂനുസിലെ 95-96 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ഹഖ്ഖത അലൈഹിം കലിമതു റബ്ബിക ലാ യുഅ്മിനൂൻ. അള്ളാഹുവിന്റെ വാക്ക് ആരുടെ മേൽ സത്യമായി പുലർന്നിരിക്കുന്നോ, അള്ളാഹു വിശ്വസിക്കില്ല തീരുമാനിച്ച ആളുകൾ ആരാണോ, ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. വലൗ ജാഅത്തുഹും കുല്ലു ആയത്തിൻ ഹത്താ യറൗൽ അദാബൽ അലീം അവരുടെ അടുത്ത് എല്ലാ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയാലും അവർ സ്വീകരിക്കുകയില്ല. ഏതുവരെ? വ്യക്തമായ ശിക്ഷ നേരിൽ കാണുന്നത് വരെ, മരണം മുന്നിൽ വന്നെത്തുന്നവരെ അവർ വിശ്വാസം സ്വീകരിക്കുകയില്ല. സൂറത്തുൽ ബഖറയിൽ ഇതിന് സമാനമായ ആയത്തുണ്ട്. ഖിബ്ലയുടെ വിഷയം വരുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, വല ഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക്. നബിയെ അങ്ങ് എല്ലാ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും വേദക്കാർക്ക് കാണിച്ചു കൊടുത്താലും അവർ സ്വീകരിക്കുകയില്ല. പിന്നെ ഇതിന്റെ തഫ്സീറിൽ എന്താ ഉള്ളത്? ഇന്നല്ലദീന ജഹദു മാ ഉൻസില ഇലൈക മിർ റബ്ബിക ഇസ്തിക്ബാറൻ വതുഗ്യാനൻ. ഇന്നല്ലദീന ഒരു വിഭാഗം ആളുകൾ, ജഹദു പഠിച്ച വാക്കല്ലത്? ജഹദ എന്നാണ് എന്താ? നിഷേധിക്കുക, അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ജഹദ എന്ന് പറയാം. ഇന്നല്ലദീന ജഹദു അറിഞ്ഞുകൊണ്ട് നിഷേധിച്ച ആളുകൾ. എന്താണ് അവർ നിഷേധിച്ചത്? മാ ഉൻസില ഇലൈക അങ്ങേക്ക് ഇറക്കപ്പെട്ട കാര്യം, അതിനെ അറിഞ്ഞുകൊണ്ട് നിഷേധിച്ച ആളുകൾ. മിർ റബ്ബിക അങ്ങേക്ക് ഇറക്കപ്പെട്ടത് എവിടെ നിന്നാണ്? മിർ റബ്ബിക അങ്ങയുടെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ട കാര്യം, അതിനെ നിഷേധിച്ച ആളുകൾ. എങ്ങനെയാണ് അവരുടെ നിഷേധം? ഇസ്തിക്ബാറൻ, ഇസ്തിക്ബാർ കിബ്ർ എന്നുള്ളതാണ്, അഹങ്കാരം കാണിച്ചുകൊണ്ട്, അഹങ്കാരം നടിച്ചുകൊണ്ട് അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ നിഷേധിച്ച ആളുകൾ. വതുഗ്യാനൻ, തുഗ്യാൻ എന്ന് പറഞ്ഞാൽ അതിരുവിട്ട അതിക്രമത്തിനാണ് തുഗ്യാൻ എന്ന് പറയാം. ഏത് കാര്യത്തിൽ ഒരു കാര്യം അതിര് കവിഞ്ഞാൽ അതിനാണ് തഗ എന്ന് പറയുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളം എന്തായി? അതിര് കവിഞ്ഞു. എന്താ അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്? അല്ലേ, തഗൽ മാ ഇന്ന ഹമൽ ലമ്മ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. തഗൽ മാ എന്താ? വെള്ളം അങ്ങേറ്റ അതിര് കവിഞ്ഞു, അതിനെ തഗ എന്നറിയാം. അതിന് മനസ്സിലാവും, താഗൂത്ത് എന്ന് പറഞ്ഞാൽ കേവലം ധിക്കാരികളല്ല, മറിച്ച് ധിക്കാരത്തിന്റെ അതിര് കവിഞ്ഞ് അങ്ങേയറ്റം എത്തിയ ആളുകളാണ് താഗൂത്ത്. അവർ ധിക്കാരമായിക്കൊണ്ട്, കഠിനമായ ധിക്കാരമായിക്കൊണ്ട്, അതുപോലെ തന്നെ അഹങ്കാരമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്കുമേൽ അവതരിക്കപ്പെട്ടതിന് നിഷേധിച്ച ആളുകൾ. ലൻ യഖഅ മിൻഹുമുൽ ഈമാൻ. ലൻ യഖഅ നേരത്തെ നമ്മൾ ലം എന്ന് പറഞ്ഞു,
ലന്നു ഇതേപോലെ തന്നെ. ലൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഇനി സംഭവിക്കില്ല. ലൻ യഖ, അവരിൽ നിന്നുണ്ടാവുകയില്ല. വഖ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. ലൻ യഖ എന്ന് പറഞ്ഞാൽ സംഭവിക്കുകയില്ല. ലൻ യഖ മിൻഹും, അവരിൽ നിന്ന് സംഭവിക്കുകയില്ല. എന്ത് സംഭവിക്കില്ല? അൽ ഈമാൻ, ഈമാൻ എന്നത് ഇനി അവരിൽ നിന്ന് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ മുഅ്മിനാവുകയില്ല, അവർ വിശ്വസിക്കുകയില്ല. സവാഉൻ, സവാ എന്ന് പറഞ്ഞാൽ സമമാണ്. അഖവ്വഫ്തഹും, ഖാഫ ഭയന്നു അല്ലേ, ഖൗഫ് പേടിച്ചു, ഖവ്വഫ പേടിപ്പിച്ചു. അതാണ് ഖാഫെ ഖവ്വഫെ തമ്മിലുള്ള വ്യത്യാസം. ഖാഫ പേടിച്ചു, ഖവ്വഫ പേടിപ്പിച്ചു. ആ ഖവ്വഫ്തഹും, നബിയെ താങ്കൾ അവരെ പേടിപ്പിച്ചാലും അവരെ ഭയപ്പെടുത്തിയാലും, എന്തു പറഞ്ഞിട്ട് ഭയപ്പെടുത്തിയാൽ? അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറഞ്ഞ് ഭയപ്പെടുത്തിയാലും, വഹദ്ദർതഹും, ഹദ്ദറ താക്കീത് നൽകിയാലും, താങ്കൾ അവർക്ക് താക്കീത് നൽകിയാലും അവരെ ഭയപ്പെടുത്തിയാലും അവർ വിശ്വസിക്കുകയില്ല. അയ്യുഹ റസൂൽ, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ അവരെ ഭയപ്പെടുത്തിയാലും പേടിപ്പിച്ചാലും താക്കീത് നൽകിയാലും ഒന്നും അവർ വിശ്വസിക്കുകയില്ല. വഹദ്ദർതഹും മിൻ അദാബില്ലാഹ്, എന്തിൽ നിന്ന് താക്കീത് നൽകിയാൽ? അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്. അം തറക്ത ദാലിക, അം അതല്ലെങ്കിൽ തറക്ത, തറക്ക ഉപേക്ഷിച്ചു, തറക്ത നീ അങ്ങ് ഉപേക്ഷിച്ചാൽ, താങ്കൾ ഉപേക്ഷിച്ചാൽ. അം തറക്ത ദാലിക, ദാലിക അത് ഏത്? തഹ്ദീറും തഖ്വീഫും, അവരെ ഭയപ്പെടുത്തുക എന്നുള്ളത് അങ്ങ് ഉപേക്ഷിച്ചാലും അങ്ങ് ഭയപ്പെടുത്തിയാലും അവരെ സ്വീകരിക്കുകയില്ല. ലിഇസ്റാറിഹിം അലാ ബാത്തിലിഹിം, ലിഇസ്റാർ, അസറ എന്നാണ് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, തുടരുക, വിടാതെ പിന്തുടരുക. ലിഇസ്റാറിഹിം, അവർ വിടാതെ പിന്തുടരുന്നവരാണ് എന്നതുകൊണ്ട് തന്നെ. ലിഇസ്റാറിഹിം അലാ ബാത്തിലിഹിം, അവരെന്തിനു മേലെ ഉറച്ചു നിൽക്കുന്നത്? അവരുടെ ബാത്തിലിനുമേൽ അവർ ഉറച്ചു നിൽക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഇത് സ്വീകരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് ഈ കുഫാറുകളെ ഉപദേശിച്ചാലും കാര്യമില്ല, ഉപദേശിച്ചിട്ടില്ലെങ്കിലും കാര്യമില്ല, അവരത് സ്വീകരിക്കുകയില്ല. ഈ ആയത്ത്, ഇതിൻ്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾക്ക് രണ്ട് അഭിപ്രായങ്ങൾ പ്രബലമായും ഉണ്ട്. ഒരഭിപ്രായം ചിലർ പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിൽ ഉണ്ടായിരുന്ന ചില മുശ്രിക്കുകൾ, അവരിൽ ചില ആളുകളെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അബൂജഹലിനെ പോലെ, ഉത്ബയെ പോലെ, അബൂലഹബിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മുൻകൂട്ടി അറിയിച്ചു കൊടുത്ത ചില ആളുകളുണ്ട്, ഇവരിനി എന്തായാലും വിശ്വസിക്കില്ല. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ആയത്തിൽ അള്ളാഹു ഇന്നല്ലദീന കഫറു ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻസർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ എന്ന് പറഞ്ഞത് അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശം എണ്ണം പറയപ്പെട്ട ചില കാഫര്യങ്ങളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമായിരുന്നു. അപ്പൊ അവരെ ഇനി ഉപദേശിക്കുന്നത് കൊണ്ടും ഉപദേശിക്കാതിരിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് കാര്യമില്ല, അവരത് സ്വീകരിക്കുകയില്ല. അതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു അലം, അത് താരതമ്യേന ദുർബലമായ അഭിപ്രായമാണ്. വിശുദ്ധ ഖുർആനിൽ പൊതുവായി പറഞ്ഞൊരു കാര്യം ചില ആളുകൾക്ക് മാത്രം ബാധകമാണ് എന്ന് പറയണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് വേണം. അങ്ങനെ വ്യക്തമായൊരു തെളിവ് ഇല്ല എന്നുള്ളതാണ് പരിശോധനയിൽ മനസ്സിലാകുന്നത്. രണ്ടാമത്തെ അഭിപ്രായം ഇബ്നു അബ്ബാസിനെ പോലുള്ളവരുടെ അഭിപ്രായം, അതാണ് അല്ലാഹു അലം ശരിയായി തോന്നുന്നത്. അവർ പറഞ്ഞു, ഒരു മനുഷ്യൻ കുഫറിന്റെ സ്വഭാവം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നിടത്തോളം അവൻ വിശ്വസിക്കുകയില്ല. അതാരാണെങ്കിലും കുഫറിന്റെ സ്വഭാവം എന്താണ്? ഈ പറഞ്ഞതുപോലെ അഹങ്കാരം, കിബ്ർ, ധിക്കാരം, നിഷേധ സ്വഭാവം, എന്തു വന്നാലും ഞാൻ അംഗീകരിക്കില്ല, ഈ പറഞ്ഞ കുഫറിന്റെ സ്വഭാവം ഒരാളിൽ ഉള്ളിടത്തോളം സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻസിർഹും, ആ സ്വഭാവമുള്ള ഒരുത്തനെ എത്ര ഉപദേശിച്ചതുകൊണ്ടും കാര്യമില്ല. ആ സ്വഭാവം അവൻ ഉപേക്ഷിച്ചാൽ, നീ അവരെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് ഫലിക്കും. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു അലം, അതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാഫിറായ ഒരാൾ
അയാളെ ഉപദേശിക്കുക എന്നതാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, അവൻ ആ കുഫറിന്റെ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നിടത്തോളം അവൻ വിശ്വസിക്കില്ല. പക്ഷേ അത് അവനിൽ നിന്ന് എപ്പോൾ ഇല്ലാതെയാകുന്നോ അപ്പോൾ നിന്റെ ഉപദേശം ഫലിക്കും. അതുകൊണ്ട് നീ ഉപദേശിച്ചുകൊണ്ടിരിക്കുക, നിന്നോട് പറഞ്ഞിട്ടുള്ളത് ഉപദേശിക്കാനാണ്. അവൻ എപ്പോൾ അത് ഉപേക്ഷിക്കുമില്ല എന്ന് നിനക്കറിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫാറുകളോടുള്ള ദഅവത്ത് വളരെ വൈകിയ വേളകളിൽ വരെ തുടർന്നിട്ടുണ്ട്, അവിടുന്ന് അവസാനിപ്പിച്ചിട്ടില്ല. തായിഫിൽ നിന്ന് കഠിനമായ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നേരിട്ട് അവിടുന്ന് മക്കയിലേക്ക് തിരിച്ചു വന്ന സമയം നിങ്ങൾക്ക് ചരിത്രം അറിയാം. അവരങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിക്കളഞ്ഞു. മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്ക് വന്നിട്ട് പറഞ്ഞു, ഇവരെ നശിപ്പിച്ചു കളയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറായില്ല. അവിടുന്ന് പറഞ്ഞത്, അവരിൽ നിന്ന് ചിലപ്പോൾ അവരുടെ പിൻഗാമികളിൽ നിന്ന് ഒരു സമൂഹം വന്നേക്കാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധവേളയിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ എന്താ, യുദ്ധത്തിന് 1 മാസമായി ഖൈബർ കോട്ട പ്രതിരോധിച്ചുകൊണ്ട് ജൂതന്മാർ അതിൻ്റെ ഉള്ളിലുണ്ട്, മുസ്ലിങ്ങൾ പുറത്തുനിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖൈബറിലെ യഹൂദരാകട്ടെ പലതവണ താക്കീത് ലഭിച്ച അവസാനം മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്കാരാണ്. ചതിയും വഞ്ചന ആവർത്തിച്ചത് കാരണം. അങ്ങനെ മാസം 1 പിന്നിട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബിനെ പതാക ഏൽപ്പിച്ചു. എന്നിട്ട് അലി ഇബ്നു അബി താലിബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, പോയി അങ്ങ് യുദ്ധം ചെയ്തു വന്നാണോ? അല്ല. അവിടുന്ന് പറഞ്ഞു, അലി, നീ യുദ്ധത്തിന് പുറപ്പെട്ടാൽ ആദ്യം നീ ചെയ്യേണ്ടത് എന്താണ്? ഉദ്ഉഹും ഇലൽ ഇസ്ലാം, ഞാൻ ഒരു ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. എന്നിട്ടാണ് അവിടുന്ന് പറഞ്ഞില്ല, നീ ഹദി അല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിൻ അൻ തകൂന ലക ഹുമുറുൻ നഅം. കുറേ ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്നെ കൊണ്ട് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്ന. ഇത് ആരോടെ പറയുന്നത്? ഖൈബർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നിലകൊള്ളുന്ന ജൂതന്മാരുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്. ഇതൊക്കെ എന്താ മനസ്സിലാക്കാവുന്നത്? ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അല്ലാഹു അലം, അത് ശരിയാണ് ഈ പറഞ്ഞത്. കുഫറിന്റെ സ്വഭാവം ഒരാളിൽ ഉള്ളിടത്തോളം ഈ അഹങ്കാരവും ധിക്കാരവും പരിഹാസവും അത് അവൻ വെടിഞ്ഞുകൊണ്ട് ഖുർആൻ കേട്ടാലും സ്വീകരിക്കും. പക്ഷെ ആ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എത്ര ആയത്തും എത്ര ഉപദേശവും കേട്ടതുകൊണ്ട് അവൻ കാര്യമില്ല. അത് ആ സ്വഭാവത്തിലാണ് അവൻ നിൽക്കുന്നതെങ്കിൽ അവനത് ഉപകരിക്കുകയില്ല. അല്ലാഹു അലം, അതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. ഈ ആയത്തിൽ പഠിക്കാനുള്ള ഒരു പാഠം കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന കഫറു, കുഫർ സ്വീകരിച്ച ആളുകൾ. നമ്മൾ മുൻപ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ ഈമാൻ എന്നത് ഇസ്ലാമിലെ ഒരു സാങ്കേതിക പദമാണ് എന്നതുപോലെ കുഫർ എന്നത് ഇസ്ലാമിലെ ഒരു സാങ്കേതിക പദമാണ്. ചില ആളുകൾ കുഫർ എന്ന് പറഞ്ഞാൽ അവർ പറയും, കുഫർ എന്നതുകൊണ്ട് ഉദ്ദേശം സത്യം അറിഞ്ഞ് വ്യക്തമായി ബോധ്യപ്പെട്ട് അതിനെ നിഷേധിച്ച ആളുകൾ മാത്രമാണ് കാഫറുകൾ എന്ന് ചിലർ പറയാറുണ്ട്. അത് തെറ്റാണ്. ഇസ്ലാമിലെ പ്രയോഗം അതല്ല. അങ്ങനെ പരിപൂർണമായി സത്യം അറിഞ്ഞിട്ടാണ് ഒരാൾ ഇത് നിഷേധിക്കുന്നത് നമുക്ക് ഒരാളെ ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരാളെ പറ്റി നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഇയാൾ പരിപൂർണമായി അറിഞ്ഞ് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നിഷേധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദുനിയാവിൽ ഒരാളെ കാഫർ എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് കുഫർ എന്നതിൻ്റെ രൂപങ്ങളിൽ ഒന്ന് മാത്രമാണത്. കുഫറിന്റെ ഒരു രൂപം അതാണ്. ഉലമാക്കള് കിതാബുകൾ വിവരിച്ചതയക്കണം. കുഫർ 2 രൂപത്തിലുണ്ട് പ്രധാനമായും. ഒന്ന് കുഫ്റുൻ അക്ബറുൻ, അല്ലെങ്കിൽ കുഫ്റുൻ ഇഅ്തിഖാദിയുൻ അക്ബർ. ഒന്നാമത്തേത് വിശ്വാസപരമായ വലിയ കുഫ്റാണ്. അതാണ് ഇവിടേക്ക് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന കുഫർ. കുഫ്റുൻ ഇഅ്തിഖാദിയുൻ അക്ബർ, ഷിർക്കുൻ അക്ബർ എന്ന് പറയുന്നത് പോലെ തന്നെ വലിയ കുഫർ, വിശ്വാസപരമായ കുഫറാണ്. 2 കുഫ്റുൻ അമലിയുൻ അസ്ഗർ, പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന ചെറിയ കുഫർ. 2 കുഫറുണ്ട്. 2 ഖുർആൻ ഹദീസിലും വന്നിട്ടുണ്ട്. വലിയ കുഫറും വന്നിട്ടുണ്ട്, ചെറിയ കുഫറും ഖുർആൻ ഹദീസിൽ വന്നിട്ടുണ്ട്. കുഫറുൻ അക്ബർ ഒരാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അവൻ ആ അവസ്ഥയിൽ മരിച്ചാൽ കാലാകാല നരകത്തിലാണ്. അവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുഫറുൻ അക്ബർ 5 രൂപത്തിലുണ്ട്. അതിന് പണ്ഡിതന്മാർ 5 പ്രധാന ഇനങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, അതാണ് ഇവിടെ പറഞ്ഞത്, കുഫ്റു അൽ ജുഹൂദ്, അറിഞ്ഞുകൊണ്ട് സത്യം നിഷേധിക്കുക എന്ന കുഫ്റുൽ ജുഹൂദ്, നിഷേധത്തിന്റെ കുഫർ. അത് അതിൻ്റെ ഒരു രൂപമാണ്.
പല ആളുകളും ഇതിൽ മാത്രമാണ് കുഫറിനെ ഒതുക്കാറുള്ളത്. ഇന്ന് പല ആൾക്കാരും വിശദീകരിക്കുമ്പോൾ പറയാം കാഫർ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല കാഫർ. ഖുറാനിൽ അങ്ങനെയുള്ള ആളുകളെ മാത്രമല്ല കാഫർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വിഭാഗം അതാണ്. രണ്ടാമത്തേത് കുഫറുൽ ഇബാഇ വൽ ഇസ്തിക്ബാർ, അഹങ്കാരം കൊണ്ടും വിസമ്മതം കൊണ്ടും സംഭവിക്കുന്ന കുഫർ. പിശാചിന് സംഭവിച്ച അതാണ്. ഷൈത്താൻ, ഇബ്ലീസ്. ഇബ്ലീസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അബ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. അബ വസ്തക്ബർ അത് കുഫറിന്റെ രണ്ടാമത്തെ രൂപമാണ്. അല്ലെ ഇബാ വൽ ഇസ്തിക്ബാർ, അഹങ്കരിക്കുക, വിസമ്മതിക്കുക. എന്ത് അഹങ്കരിക്കുക? ഒരു കൽപ്പന വന്നാൽ അഹങ്കാരത്തോടുകൂടി അത് സ്വീകരിക്കാതിരിക്കുക, അഹങ്കാരത്തോടുകൂടി ആ കൽപ്പനയെ തള്ളിക്കളയുക. അത് ഒരാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മടി കൊണ്ട് സംഭവം ഞാൻ ചെയ്യേണ്ടതൊക്കെ തന്നെ പക്ഷെ എനിക്ക് വയ്യ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും ദേഹേച്ഛകൾ കൊണ്ട് അവൻ ഉപേക്ഷിച്ചു, അവൻ കാഫറല്ല. പക്ഷെ ഒരാൾ പറയണം അള്ളാഹ് കൽപ്പിച്ചതൊക്കെ തന്നെ പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ മനസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നഊദു ബില്ലാഹി മിൻ ദാലിക്, അങ്ങനെ ഒരാൾ പറഞ്ഞു കാഫിറാവും. ഷൈത്താൻ ചെയ്തതുപോലെ അവൻ ചെയ്ത അതാണ് കുഫ്റുൽ ഇബാഇ വൽ ഇസ്തിക്ബാർ. മൂന്നാമത്തേത് കുഫ്റു ഷക്ക്, സംശയം കൊണ്ടുണ്ടാകുന്ന കുഫർ. എന്താ സംശയം കൊണ്ടുണ്ടാകുന്ന കുഫർ? ഒരാൾ അള്ളാഹുവിന്റെ ദീനിൽ സ്ഥിരപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അടിസ്ഥാനങ്ങളിൽ സംശയിച്ചു കഴിഞ്ഞാൽ, പരലോകമുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹു ഉണ്ടോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് സംശയം, കാഫിറാണ്. സംശയിച്ചാൽ അവൻ കാഫിറാണ്. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞതുപോലെ, തോട്ടക്കാരുടെ ചരിത്രം പറഞ്ഞില്ലേ, വമാ അظن الساعة قائمة ഒക്കെ എന്താ പറഞ്ഞേ? വലഇൻ റുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. അയാൾ പറഞ്ഞു അന്ത്യനാൾ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അഥവാ ഉണ്ടെങ്കിലോ വലഇൻ റുദിത്തു ഇലാ റബ്ബി, ഞാൻ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയാണെങ്കിൽ ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ, ഇതിനേക്കാൾ നല്ലത് എനിക്ക് അവിടെ കിട്ടും. അപ്പൊ അവന് പരലോകമുണ്ട് എന്ന് ഉറപ്പില്ല, ഇല്ല എന്ന് ഉറപ്പില്ല, രണ്ടിനും ഇടയിലാണ്. ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ നല്ലത് കിട്ടും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതാണ് അവന്റെ ചിന്ത. അപ്പൊ ഈ സംശയത്തിൽ അകപ്പെട്ടവന് അള്ളാഹു പിന്നെ എന്താ പറഞ്ഞത്? സൂറത്ത് ആ ചരിത്രം വായിച്ചാൽ അതിന്റെ അവസാനത്തിൽ കാണാം, വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹു ലാ ഖുവത. ആയത്തിന്റെ അവസാനത്തിൽ കാണാം അവൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനായിരുന്നു എന്ന് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞതായി കാണാം. അപ്പൊ അത് കുഫറിന്റെ രൂപങ്ങളിൽ പെട്ടതാണ്. കുഫറു അശ്ശക്. അതുപോലെ നാലാമത്തെ ഇനമാണ് കുഫറുൽ ഇഅറാദ്. പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത മേഖലയിൽപ്പെട്ട കുഫറുൽ ഇഅറാദ്. അൽ ഇഅറാദ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായും ദീനിനെ അവഗണിച്ച് കളയാൻ. ദീൻ എന്തു പറയട്ടെ പറയാതിരിക്കട്ടെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുക, പരിപൂർണമായ അവഗണന ഉണ്ടാവുക. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. നിഷേധിക്കാനുമില്ല സത്യപ്പെടുത്താനുമില്ല, അവന്റെ നടത്തം കണ്ടാൽ അവന് ഇതൊന്നും എന്നെ ബാധിക്കുന്നതേ അല്ല, എന്തെങ്കിലും ആവട്ടെ എന്ന അവസ്ഥയിൽ. ഈ ഇഅറാദ്, ഈ തിരിഞ്ഞു കളച്ചിൽ കുഫ്രാണ്. ഇസ്ലാമിൽ പുറത്തു പോകുന്നവൻ മുസ്ലിമായി ജനിച്ചതാണെങ്കിലും ഖുർആൻ നോക്കുന്നില്ല, ഹദീസ് നോക്കുന്നില്ല, ദീൻ നോക്കുന്നില്ല, അവന് തോന്നിയതുപോലെ ജീവിക്കുന്നു. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് യാതൊരു ഗൗരവം കൊടുക്കാത്ത ആളുകൾ, അതാണ് കുഫ്റു അൽ ഇഅറാദ്. നവാഖിദ് ഇസ്ലാമിലെ അവസാനത്തെ നാഖിദ് ഷെയ്ഖുൽ ഇസ്ലാം എണ്ണിയത് ഈ കാര്യമാണ്. ദീനിൽ നിന്ന് പരിപൂർണമായും തിരിഞ്ഞു കളയുക, അവഗണിച്ച് കളയുക. അത് ഇന്ന് അള്ളാഹു കാക്കട്ടെ ചിലപ്പോഴെങ്കിലും ചില മുസ്ലിം പേരുള്ള ആളുകളിലേക്ക് കയറി കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ദീൻ എന്ത് പറയട്ടെ പറയാതിരിക്കട്ടെ എന്നെ അത് ബാധിക്കുന്നില്ല എന്ന രൂപത്തിലുള്ള നടത്തം. അഞ്ചാമത്തെ രൂപം കുഫ്റുൻ നിഫാഖ്, കാപഢ്യത്തിലൂടെ സംഭവിക്കുന്ന കുഫ്റാണ്. അത് ഇൻഷാ അള്ളാ അടുത്ത ദർസുകളിൽ നമുക്കത് പഠിക്കാനുണ്ട്. അപ്പൊ ഇതാണ് കുഫ്റുൻ അക്ബർ. അപ്പൊ ഈ പറഞ്ഞതെല്ലാം കുഫ്റാൻ, ഇതെല്ലാം ഒരാൾ കാഫറാകാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. രണ്ടാമത്തേത് കുഫ്റുൻ അസ്ഗർ, അമലി, പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന കുഫർ. അത് ശരീഅത്തിൽ അള്ളാഹു ഖുർആൻ ഹദീസിലും കുഫർ എന്ന് വിശേഷിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ളതല്ല. അതിൽപ്പെട്ടതാണ് കുഫ്റു നിഅമ, കുഫ്റു അന്നിഅമ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അവിടെ ഉദ്ദേശിച്ച കുഫ്റു നിഅമത്താണ്, അനുഗ്രഹങ്ങളെ നിഷേധിക്കുക എന്നുള്ളത്.
അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നത് എങ്ങനെ? ഉദാഹരണത്തിന് ഒരാൾ പറയാണ് ഇതൊക്കെ എനിക്ക് എൻ്റെ കഴിവുകൊണ്ടാണ്. അവൻ അള്ളാഹിനെ നിഷേധിക്കുന്നില്ല, പക്ഷെ അവന് പറച്ചിൽ ഇങ്ങനെയാണ് പറയുന്നത്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിസ്സാരപ്പെടുത്തുക, അവഗണിക്കുക, ഇത് കുഫ്റുൻ നിഅമത്താണ്. അതുപോലെ ഹദീസിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയുടെ ദിവസത്തിൽ പറഞ്ഞ ഹദീസ്, അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ഇന്ന് പറഞ്ഞിരിക്കുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ ബി. ഇന്ന് എൻ്റെ അടിമകളിൽ ചിലർ മുഅ്മിനായിരിക്കുന്നു, ചിലർ കാഫിറായിരിക്കും. എന്താ കാരണം പറഞ്ഞത്? ചില ആൾക്കാർ മഴ പെയ്തപ്പോൾ അന്ന് മഴ പെയ്തിരുന്നു, അപ്പൊ അന്ന് ചില ആൾക്കാർ പറഞ്ഞു ഈ മഴ ഇന്ന നക്ഷത്രം കൊണ്ടാണ്. അപ്പൊ അത് പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും അള്ളാഹു അല്ല മഴ പെയ്യിപ്പിച്ചത് എന്ന് വിശ്വസിക്കുന്നവരാണോ? അല്ല. മറിച്ച് അവരതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്ന നക്ഷത്രങ്ങൾ, അതിലേക്കാണ് അവർ മഴയെ ചേർത്തി പറഞ്ഞത്. അതാണ് കുഫ്റുൻ നിഅമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്ർ. മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് ഫുസൂഖാണ്, ധിക്കാരമാണ്, വലിയ തിന്മയാണ്. വഖിതാലുഹു കുഫ്റുൻ, അവനോട് പോരടിക്കുക എന്നത് കുഫ്റാണ്. എന്നാൽ ആയുധമെടുത്തവനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് കുഫ്റാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണോ? അല്ല, അത് ചെറിയ കുഫ്റാണ്. ഇപ്പോൾ കുഫർ ഈ പറഞ്ഞ രണ്ട് രൂപത്തിലുണ്ട്. ഇത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതൊക്കെ സാങ്കേതിക പദങ്ങളാണ്. അവയെ സാങ്കേതിക പദങ്ങളായി തന്നെ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കും ദീന് മനസ്സിലാക്കുന്നതിൽ. ഇതാണ് ഈ ആയത്തിന്റെ വിശദീകരണം. ഈ ആയത്ത് ചില ആളുകൾ ദഅവത്ത് ഉപേക്ഷിക്കാനുള്ള തെളിവായി പറയാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകളെ ചൂണ്ടിയിട്ട് പറയും, അവനോട് കുറേ ഉപദേശിച്ച് കഴിഞ്ഞാൽ പറയും, പിന്നെ പറയും ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻസർതഹും അം ലം തുൻസിറഹും. ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇത് പേഴ്സണലി ഒരു വ്യക്തിയെ ചൂണ്ടിക്കൊണ്ട് നിനക്കിത് ഉപകരിക്കില്ല എന്ന് പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന് അറിയാം ആർക്കാണ് അള്ളാഹ് ഹിദായത്ത് കൊടുക്കുക, ആർക്കാണ് ഹിദായത്ത് കൊടുക്കാതിരിക്കുക, നമുക്ക് പറയാൻ പറ്റില്ല. തീരെ അത് പറയരുത്. മാത്രമല്ല അങ്ങനെ പറയുന്നതിൽ അള്ളാഹുവിൻ്റെ ഖദാഇനു മുകളിലുള്ള അതിക്രമമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരിക്കലൊരു മനുഷ്യൻ, രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. അതിൽ എപ്പോഴും ഒരാൾ സാലിഹായ മനുഷ്യനായിരുന്നു, മറ്റൊരാൾ മോശത്തരങ്ങൾ തിന്മകൾ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഈ സാലിഹായ മനുഷ്യൻ, പുറമേക്ക് സാലിഹായി തോന്നിക്കപ്പെടുന്ന ഈ വ്യക്തി, അയാൾ എപ്പോഴും മറ്റാളെ കണ്ടാൽ പറയും ഇത്തഖില്ലാ ഇത്തഖില്ലാ, നീ അള്ളാഹിനെ സൂക്ഷിക്കണം. ഒരു ദിവസം ഈ ചങ്ങാതി വലിയ എന്തോ ഒരു തിന്മ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, എത്ര തവണ നിന്നെ ഉപദേശിക്കുന്നു, അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു തരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ശപഥം ചെയ്തു പറഞ്ഞു, അള്ളാഹു സത്യം, അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു തരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അള്ളാഹു അവന്റെ ഈ വാക്കിന് മറുപടിയായി റബ്ബ് പറഞ്ഞിരിക്കുന്നു, മൻ ദല്ലദി യതഅല്ല അലയ്യ, ആരാണ് എൻ്റെ മേൽ ഔന്നത്യം നടിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നത്, ഞാൻ ഒരാൾക്ക് പുറത്തു നൽകുകയില്ല എന്ന് ആരാണ് എന്നെ പറ്റി പറയാൻ ധൈര്യം കാണിക്കുന്നത്, ഫഖദ് ഗഫർതു ലഹു വഅഹ്ബത്തു അമലക്, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, നിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാക്കിയിരിക്കുന്നു. ഒരാളോട് ഒരിക്കലും എന്ത് ചെയ്യരുത്, അയാൾ ഹിദായത്തിലാവില്ല, ഇവന് ഹിദായത്തിലാവില്ല, നമ്മൾ പറയേണ്ടതില്ല. അള്ളാഹിൻ്റെ അടുത്താണ് ഹിദായത്ത്, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പറഞ്ഞു കൊടുക്കാനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയം വരെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ആയത്ത് അങ്ങനെയുള്ള കാര്യത്തിന് തെളിവല്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആ ആയത്തിന്റെ ഉദ്ദേശം. കുഫ്റിന്റെ സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവൻ ഈമാൻ സ്വീകരിക്കുകയില്ല. അത് അവൻ്റെ അടുത്ത് പോയാലോ സ്വീകരിക്കും. ആൾക്കാർക്ക് നമ്മൾ കാണാറുണ്ട് ഇത്, അല്ലേ? സഹാബികളുടെ ചരിത്രം തന്നെ എടുത്തു നോക്കൂ. അവർ ധാരാളം കാലം ഇസ്ലാം സ്വീകരിക്കാതെ നിലനിന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ പറഞ്ഞ വിശേഷണങ്ങൾ നീങ്ങിയപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു, ഒരു മുഅ്മിനായി. അവർക്ക് അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും കുഫാറുകളോട് നമുക്ക് പറയാനുള്ള, ഇസ്ലാം സ്വീകരിക്കാത്ത ആൾക്കാരോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളിലൊന്ന്, നീ എന്ത് ചെയ്യുക, ദുആ ചെയ്യുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഇത് സത്യമാണെങ്കിൽ എനിക്ക് ബോധ്യപ്പെടുത്തി തരണേ എന്ന് നീ പ്രാർത്ഥിച്ചോ. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തന്നെ അടയാളം ചോദിക്കാൻ വരെ അനുവാദമുണ്ട്. എല്ലാവരും ചെയ്യുന്നത് നല്ലതല്ല. പക്ഷെ ഒരു തനിച്ച നിഷേധിയായ ഒരാളോട് വേണമെങ്കിൽ നമുക്ക് പറയാം, നീ അള്ളാഹ് ദുആ ചെയ്യും.
ഇത് സത്യമാണെങ്കിൽ ഒരു അടയാളം കാണിച്ചു തരാൻ, എനിക്ക് ബോധ്യപ്പെടുത്തി തരാൻ നീ അള്ളാഹുവോട് ദുആ ചെയ്യും. ഹദീസുകളിൽ നിന്ന് ചില പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുണ്ട് അത്. നമുക്ക് റിയാസ് സാലിഹിലെ മൂന്നാമത്തെ ഹദീസ്, മറ്റൊരു വലിയ കഥ ഉണ്ട്, ഒരു സാഹറായ ഒരു കുട്ടിയുടെ കഥ. ഒരു സാഹറായ മനുഷ്യന്റെ അടുത്ത് പഠിക്കാൻ പോയ കുട്ടിയുടെ കഥ. ആ ഹദീസിൽ കാണാം ആ കുട്ടി പറഞ്ഞത്, സാഹിറാണോ അല്ല ഈ സാലിഹായ മനുഷ്യനാണോ. ആ കുട്ടി രണ്ട് ആൾക്കാരുടെ അടുത്ത് പോയിരുന്നു, ഒരു സാഹിറിന്റെ അടുത്തും ഒരു പുരോഹിതന്റെ അടുത്തും പോയിരുന്നു, സാലിഹായ മനുഷ്യന്റെ അടുത്ത്. ഈ കുട്ടി പറയണം, ഈ സാഹിറാണോ നല്ലത് അല്ല ഈ സാലിഹായ മനുഷ്യനാണോ നല്ലത് എന്ന് എനിക്കറിയാൻ അള്ളാഹു നീ ഒരു അടയാളം കാണിച്ചു തരണം. ഇപ്പോൾ നിഷേധികളായ ആളുകളോട് നമുക്കത് പറയും, പ്രത്യേകിച്ച് നിരീശ്വരവാദത്തിലൊക്കെ അകപ്പെട്ട ഈ ആൾക്കാരുണ്ട്. അതുപോലെ മുസ്ലിങ്ങളായ കുട്ടികൾ തന്നെ ചിലപ്പോൾ കാണാം ഇത്തരം വഴികേടുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് അവരോട് ഇത് പറഞ്ഞു കൊടുക്കുക, മോനെ നീ ദുആ ചെയ്യും. നമ്മൾ ഈ പറയുന്ന കാര്യം, അതായത് മരിച്ചു കഴിഞ്ഞാൽ പരലോകമുണ്ട് നരകമുണ്ട് എന്ന കാര്യം തമാശ കളിക്കാൻ പറ്റിയ കാര്യമല്ല. ഇതെങ്ങാനും സത്യമാണെങ്കിൽ എൻ്റെ കാര്യം മഹാ അപകടത്തിലായിരിക്കും. അതുകൊണ്ട് നിനക്കൊരു സംശയം വന്നോ എങ്കിൽ നീ അള്ളാഹുവോട് ദുആ ചെയ്യും, റബ്ബേ ഇത് സത്യമാണെങ്കിൽ എന്നെ അതിലേക്ക് നയിക്കണേ. അള്ളാഹു അവനോട് ആത്മാർത്ഥമായി ഒരാൾ ദുആ ചെയ്താൽ സ്വീകരിക്കുന്നതാണ്, അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ സൂചിപ്പിക്കാനുള്ള. والله تعالى أعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.